നമ്മൾ പ്രതീക്ഷിച്ച ചില പ്രതികരണങ്ങൾ. കാരണം ഇപ്പോൾ പൃഥ്വിരാജ് ഇതിനോട് പ്രതികരിച്ച രീതി, അദ്ദേഹം സ്വന്തം നിലപാട് വളരെ ക്ലിയറായിട്ട് പറയുകയുണ്ടായി. അതേസമയം മോഹൻലാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ചോദിച്ച ചോദ്യങ്ങളോട് പ്രതികരിച്ച രീതി, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടിയില്ല എന്ന് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി. അതേസമയം മമ്മൂട്ടി ഒരു പോസ്റ്റിലൂടെയാണ്, FB പോസ്റ്റിലൂടെയാണ് പ്രതികരിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ പ്രതികരണം, കാരണം നമ്മുടെ ഇൻഡസ്ട്രിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ശബ്ദങ്ങളെന്ന് കരുതപ്പെടുന്ന ഈ ശബ്ദങ്ങൾ, അവിടെ നിന്ന് വന്ന ഈ പ്രതികരണങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ 96 വയസ്സാണെന്ന് തോന്നുന്നു മലയാള സിനിമയ്ക്ക്. ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഈ എല്ലാ ആൾക്കാരും ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ 90% ആണ് പ്രധാന നടൻ്റെ റെമ്യൂണറേഷൻ എന്നാണ് ചില കണക്കുകൾ പറയുന്നത്. എനിക്ക് ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് ദ സ്റ്റാറ്റിസ്റ്റിക്സ്. എന്തായാലും 90% പണം വാങ്ങിക്കുന്ന, റെമ്യൂണറേഷനായി വാങ്ങുന്ന ആൾക്കാരാണ് ഈ പ്രധാന നടന്മാർ എങ്കിൽ അവരെന്ത് വലിയ ഡിസിസീവായിട്ടുള്ള സ്ഥാനങ്ങളിലാണ് ഇരിക്കുന്നത്. സ്വന്തം അവർ വർക്ക് ചെയ്യുന്ന സെറ്റിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ല. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്. സ്ത്രീകൾക്കെതിരെ ആയിട്ടുള്ള കുറ്റങ്ങൾ, വളരെ ഗ്രേവായിട്ടുള്ള കുറ്റങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവരൊരു ക്വിക്ക് ആക്ഷൻ വേണം എന്ന് പറയാതിരുന്നത്? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരാളെ കുറച്ച് നേരം ഒരാൾ ഇൻസൾട്ട് ചെയ്തു, അയാളോട് ചിരിച്ചില്ല എന്നോ അയാളെ എക്നോളജ് ചെയ്തില്ല എന്നോ ഉള്ളതിൻ്റെ പേരിൽ അപ്പം തന്നെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇവരാരും ഈ വിധത്തിലൊക്കെയാണ് സിനിമയിൽ നടക്കുന്നത് എന്ന് വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരു കമ്മിറ്റിയും അത് സർക്കാരിന് സമർപ്പിച്ചൊരു രേഖയും മുന്നിൽ വെച്ചുകൊണ്ട് അവർ റിയാക്ട് ചെയ്യാതിരിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ മൗനം വളരെ കുറ്റകരമായിട്ടുള്ള മൗനമാണ്. അവർ റിയാക്ട് ചെയ്യേണ്ടതുണ്ട്, അവർ സംസാരിക്കേണ്ടതുണ്ട്. അവർ സംസാരിക്കാതെ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ അത് വലിയ ക്രിമിനലായിട്ടുള്ള സൈലൻസാണ്. ഇപ്പോൾ സംസാരിച്ചു, അത് വേണ്ട വിധമായോ? അല്ല, സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇടപെടുക എന്നാണ് അർത്ഥം. ഈ സിറ്റുവേഷൻ മാറാൻ അവരെന്ത് ചെയ്തു? സംഘടിതമായിട്ട് എന്ത് ചെയ്തു? ഇൻഡിവിജ്വലായിട്ട് എന്ത് ചെയ്തു? കാരണം അവർക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ ചെയ്യാവുന്നതിൻ്റെ കണക്ക് നമുക്കൊക്കെ ആലോചിക്കാൻ പറ്റുന്നതിന് അപ്പുറത്താണ്. അവരുടെ അത്രയും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ശബ്ദങ്ങളാണ്. അവരുടെ ചെറുവിരലനക്കം ഈ കേരളക്കരയെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. അവരൊക്കെ എന്താണ് ഈ വിധം നിശ്ചലരായി നിൽക്കുന്നത്? കമ്മിറ്റ് ചെയ്യാത്ത തരം സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തുവിടുന്നത്, ഇതൊക്കെ വല്ലാത്ത നിരാശയാണ്. അവരൊക്കെ മനസ്സിൽ ഹീറോസായിട്ട് കൊണ്ടു നടന്നിട്ടുള്ള ആൾക്കാരാണ്. അത് വലിയ നിരാശയാണ് അവരുടെയൊക്കെ.